എന്താണേലും ഞാൻ അടുത്തൊരു ഗീവ് അവേ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരും. എനിക്കിതൊക്കെ വിഷമമുള്ള കാര്യങ്ങളാണ്. കാരണം എന്താ പറയുന്നത്, കുറച്ച് പേരെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തപ്പോൾ ഒരാൾക്ക് മാത്രം സമ്മാനം ബാക്കിയോ എനിക്കറിയാം, ആ ഒരു ഫീലിംഗ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എന്ന് വരെ എൻ്റെ ഒരു യൂട്യൂബ് ജേണി ഉണ്ടോ അന്ന് വരെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഗീവ് അവേ സംഭവങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തതിൻ്റെ കൂട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്തതിൻ്റെ കൂട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഗീവ് അവയുടെ റിസൾട്ട്സ് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചത് ഒരൊറ്റ മനുഷ്യൻ പോലും കമന്റ് ഇടില്ലായിരിക്കും, ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലായിരിക്കും എന്നുള്ളൊരു അസംഷനോട് കൂടിയാണ് ഞാൻ ഈ ഗീവ് അവയ്ക്ക് ഒരു ഇതെടുക്കുന്നത്, ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പറഞ്ഞ് ഞാൻ ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു സപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് 1-2 ദിവസമായിട്ട് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എൻ്റെ ലൈഫിൽ കുറച്ച് 2-3 നല്ല കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. ബിക്കോസ് ഈ ഒരു ജേർണിയിലോട്ട് ഞാൻ എൻ്റെ ഒരു കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഐ ആം എ ഫ്രഷർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ആര് സപ്പോർട്ട് ചെയ്യും, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ബ്ലാ 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 സംസാരിക്കാതെ നമുക്ക് നേരെ റിസൾട്ട് നോക്കാം. അപ്പം എൻ്റെ ക്രൈറ്റീരിയാസ് മെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ഗീവ് അവയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിടുന്ന ഓണം സീരീസിലെ വീഡിയോസിനെല്ലാം കമന്റും അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം, എന്നാൽ മാത്രമാണ് ഞാൻ അവരെ ഇതിനെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ, വേറൊരാരും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതല്ല. ആൻഡ് നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഒരു രീതിയിലും ഞാനിത് എന്താ പറയുന്നത്, ഞാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നതോ ഒന്നുമല്ല. ഞാൻ മനസ്സിൽ തൊട്ട് പറയാണ്, ദിസ് ഇസ് വെരി ട്രാൻസ്പെറൻറ്റ്. ഞാൻ ഇതിനകത്ത് ഒരു കള്ളത്തരവും കാണിക്കുന്നില്ല. സോ അപ്പം ഞാൻ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് ആൾക്കാരുടേത് ഞാൻ ഒരു ബൗളിലാക്കി ഇട്ടിട്ടുണ്ട്. സോ ഞാനിതൊരു കമന്റ് പിക്കറൊന്നും വെച്ചിട്ടൊന്നും അല്ല ഞാൻ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് പല വീഡിയോസിന്റെ കമന്റിലായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ കമന്റ് ഇടുന്നവർ, ഇവരെ മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. കമന്റ് ഇടണം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇത് നോക്കിയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ ഇതിനകത്ത് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാം സെയിം സൈസൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. അപ്പം നമുക്ക് എടുക്കാം. കുറച്ചധികം നമുക്കിങ്ങനെ കുല്ലിക്കാം കേട്ടോ. അപ്പം കുറച്ച് സുതാര്യമായിട്ട് തോന്നും കുല്ലി. ഓക്കെ, ഇനി കണ്ണടച്ചിട്ട് എടുക്കണം, കണ്ണടയ്ക്കാതെ എടുക്കണം. കിട്ടി, കണ്ണടച്ചിട്ട്. ഓക്കെ ആരാൻ തുറന്നാകട്ടെ. ശ്രീലക്ഷ്മി, എൻ്റെ ചേച്ചി. ഓക്കെ, ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ്. സോ അതുകൊണ്ട് ഞാൻ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തോളാം. ഓക്കെ, നമുക്കൊന്നും കൂടി ഇടാം അല്ലേ, കാരണം ഇതെൻ്റെ ചേച്ചിയല്ലേ. അപ്പം എല്ലാവർക്കും തോന്നിയാലോ ഇനി അവിടെ ചേച്ചിക്ക് ഇട്ടെടുത്ത് കൊടുത്തു. ഓക്കെ, അതൊന്നും വേണ്ട. ഓക്കെ, ഞാൻ നമുക്ക് ചേച്ചിയുടെ താൻ്റെ എടുത്തു മാറ്റി വെക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ബൗളിലുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ, അക്ഷയ് ആനന്ദിനാണ് എൻ്റെ ഗീവ് അവേ. ഓക്കെ, അക്ഷയ് ആനന്ദ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. അക്ഷയ് ആനന്ദാണ് കേട്ടോ എൻ്റെ ഗീവ് അവയുടെ വിന്നർ. അപ്പം അക്ഷയ് ആനന്ദാണ് എൻ്റെ ഗീവ് അവയുടെ വിന്നർ. അക്ഷയ് ആനന്ദിൻ്റെ യൂട്യൂബ് ID എനിക്ക് തോന്നുന്നു ബ്രൂസ് വെയിൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം അക്ഷയ് ആനന്ദിൻ്റെ
ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നും അക്ഷയാനന്ദ് എനിക്ക് കമന്റ് ഇടാറുണ്ട്. എന്റെ സബ്സ്ക്രൈബർ ആണ്. അപ്പം അക്ഷയാനന്ദാണ് നമ്മുടെ ഗീവ് അവേ വിന്നർ. അക്ഷയാനന്ദ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അക്ഷയാനന്ദ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഹാൻഡിൽ അറിയാം, ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് അക്ഷയാനന്ദ് ഒരു മെസ്സേജ് അയക്കേണ്ടതാണ്. ഓക്കെ, സോ അപ്പം അക്ഷയാനന്ദിനാണ് നമ്മളുടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. യാ, ഐ എം വെരി ഹാപ്പി. പിന്നെ എൻ്റെ ചേച്ചിക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അധികം വൈകാതെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. ഐ പ്രോമിസ്. ഈ വട്ടം കിട്ടാതെ പോയവരാരും വിഷമിക്കേണ്ട. ഐ പ്രോമിസ്. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതാണ്. ഞാൻ കുറച്ചും കൂടെ ഒക്കെ വലിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ യൂട്യൂബേഴ്സിനെല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇന്ന് എന്നെ എങ്ങനെയുണ്ട് കാണാൻ? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടില്ലേ? ഓക്കെ, നിൽക്കട്ടെ. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പം അക്ഷയാനന്ദിനാണ് നമ്മുടെ ഗീവ് അവേയുടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സമ്മാനം എന്താണെന്നുള്ളതൊക്കെ വീണ്ടും ഞാനൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഐ ആം വെരി ഹാപ്പി. കാരണം ഞാൻ നിങ്ങളുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു എൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്, ഒരു ഗീവ് അവേ വീഡിയോ എന്നുള്ള നിലയിൽ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഐ ആം വെരി ഹാപ്പി. അപ്പം ഇനി ഞാൻ നാളെ ഐ വിഷ് ഒരു വലിയ യൂട്യൂബർ ആയാലും അല്ലെങ്കിൽ ഒരു വലിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയാലും ഞാൻ എപ്പോഴും എന്താ പറയുന്നത്, മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യാണ്, ഉറപ്പായിട്ടും ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ഗീവ് അവേയും കൂടെ ചെയ്യുന്നതാണ്. സോ യാ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആക്ച്വലി എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ താങ്ക്സ് പറയാണ്. എന്താ പറയുക, 1, 2, 3, 4 ആൾക്കാരുണ്ട് എനിക്ക് ഒരുപാട് മനസ്സിൽ തൊട്ട് താങ്ക്സ് പറയേണ്ട ആൾക്കാർ ഫോർ സപ്പോർട്ടിങ് മീ. ഫസ്റ്റ് വൺ ഈസ് എൻ്റെ ഫാമിലി. എൻ്റെ സെക്കൻഡ് വൺ ഈസ് എൻ്റെ കുറച്ച് 2-3 എൻ്റെ ഫ്രണ്ട്സ്. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ഫാമിലി. എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സുധീഷ് KP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണോ എനിക്ക് അറിയില്ല ഞാൻ എന്ത് വിളിക്കണം എന്ന്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ചേട്ടൻ എനിക്ക് ഞാൻ ചേട്ടൻ തന്നെ വിളിക്കാം. അപ്പം ചേട്ടൻ എന്നുള്ളത് എനിക്കൊരു ഏലിയൻ വേർഡാണ്. ഞങ്ങൾ അണ്ണ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അണ്ണ എന്ന് വിളിക്കാം. അപ്പം സുധീഷ് അണ്ണൻ ആണ്. അപ്പോൾ സുധീഷ് അണ്ണൻ എന്താ പറയുന്നത്, എൻ്റെ എല്ലാ വീഡിയോയ്ക്കും വന്ന് കമന്റ് ഇടാറുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. സുധീഷ് അണ്ണൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ സുധീഷ് അണ്ണൻ്റെ എല്ലാ കമന്റും വായിക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. സോ പിന്നെ അടുത്തൊരാളെന്ന് പറഞ്ഞാൽ സൂക്കോ 14 ഐ ഡോണ്ട് നോ, അർജുൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അർജുൻ എനിക്ക് എല്ലാ വീഡിയോയ്ക്കും കമന്റ് ഇടാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയൊരു കാര്യങ്ങളാണ്. പിന്നെ ശരത് മോഹൻ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതല്ലാതെ പിന്നെ ഉള്ളത് ശരത്ത്, അതുപോലെ തന്നെ സുധീഷ് KP, അതുപോലെ തന്നെ ഷീജ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി, പിന്നെ അഭിരാം അബി, ഐ ഡോണ്ട് നോ ഐഡിയ എന്താണെന്ന് എനിക്കറിയില്ല, അഭിരാം അബി. അതുപോലെ അങ്ങനെ കുറച്ച് 1-2 ആൾക്കാരുണ്ട് പേഴ്സണലി എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റഗ്രാമിലാണേലും പേഴ്സണലി എന്നോടൊന്ന് പറയാറുണ്ട്, ലൈക്ക് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാമോ. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ലെങ്കിൽ പോലും ഐ എം വെരി ഹാപ്പി ദാറ്റ് അവരെന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെൻ്റെ വീഡിയോ കാണാനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സജഷൻസ് തരാറുണ്ട്, ഡ്രസ്സ് നന്നായെന്ന് പറയാറുണ്ട്. അപ്പം മറ്റുള്ളവർ അതിനെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് ഡസൻറ്റ് മാറ്റർ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സമയം വരെ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴങ്ങനെയല്ല. എന്നെ ആത്മാർത്ഥമായിട്ട് അതിന് യൂട്യൂബിലൂടെ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എന്നെ ആത്മാർത്ഥമായിട്ട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു സ്നേഹം കാണും. അങ്ങനെയാണ് ഗായത്രി. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. എന്നെ കാണുമ്പം എന്താ പറയുന്നത്, ഭയങ്കര ജാടയാന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ ജാട ഇല്ലാന്ന് പറയില്ല. എനിക്കും പെട്ടെന്ന് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ് ഞാൻ. പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞ് കുറച്ച് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ്
ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ എനിക്ക് തരുന്ന സജഷൻസ് എല്ലാം എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. സോ എന്താണെങ്കിലും ഞാൻ അടുത്തൊരു ഗീവ് അവേ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരും. എനിക്കിതൊക്കെ വിഷമമുള്ള കാര്യങ്ങളാണ്. കാരണം എന്താ പറയുക, കുറച്ച് പേരെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തപ്പോൾ ഒരാൾക്ക് മാത്രം സമ്മാനം ബാക്കിയോ എനിക്ക് അറിയാം, ആ ഒരു ഫീലിംഗ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അതിനുള്ളൊരു എന്താ പറയുക, ഞാനിപ്പം ഒരു എൻ്റെതായിട്ടൊരു ഗിവ് അവേ സമ്മാനം കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹമുണ്ട്, അത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് വെച്ച് വാങ്ങിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഗിവ് അവേ ചെയ്യാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തരുന്നതാണ്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത് പ്രോമിസ് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല, ലൈക്ക് കള്ളത്തരമൊന്നുമല്ല. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. സോ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുന്നത്. നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓഡിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സ്നേഹമുണ്ട്. ദാറ്റ് ഈസ് വെരി 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 സ്പെഷ്യൽ ആൻഡ് പേഴ്സണൽ ടു മീ. ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഗൈസ് സോ മച്ച്. എനിക്ക് എന്താ പറയുന്നത്, ഞാൻ നിങ്ങൾ ഈ 1204 പേരിൽ അത്രയും പേരും എനിക്ക് വിലപ്പെട്ടവർ തന്നെയാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ. സോ അക്ഷയ് ആനന്ദ് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണം. അക്ഷയ് ആനന്ദ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണം. അപ്പം എന്താണ് ഗിഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ.